തൃശൂരിൽ കരുത്തുറപ്പിക്കാൻ അണിയറ നീക്കങ്ങളുമായി ഇടതുമുന്നണി നേതൃത്വം. പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയുമായി സിപിഎം. കുന്നംകുളം, ഇരിങ്ങാലക്കുട, മണലൂർ എന്നിവിടങ്ങളിലൊഴികെ സിറ്റിംഗ് എംഎൽഎമാർ മത്സരിക്കും. സുരേഷ് ഗോപിയിലൂടെ ബിജെപി തൃശൂരിൽ കൈവരിച്ച മേൽക്കോയ്മ നഷ്ടമായതായും വിലയിരുത്തൽ. കോൺഗ്രസും ബിജെപിയും ഉയർത്തുന്ന വെല്ലുവിളികളെ കൂസാതെ തൃശൂർ ജില്ലയിലെ ആധിപത്യം നിലനിർത്താൻ ഉറച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ 13 സീറ്റിൽ 12 നേടി വലിയ മുന്നേറ്റമാണ് LDF കാഴ്ചവെച്ചത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ NDA കൈവരിച്ച നേട്ടം ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി. ഈ സാഹചര്യത്തെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക LDF തയ്യാറാക്കിയത്. കുന്നംകുളം, ഇരിങ്ങാലക്കുട, മണലൂർ എന്നീ മണ്ഡലങ്ങൾ ഒഴികെ മറ്റെല്ലായിടത്തെയും CPMലെ സിറ്റിംഗ് MLAമാർ ഇക്കുറി മത്സരിക്കും. പുതുക്കാട് KK രാമചന്ദ്രൻ, വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി, ഗുരുവായൂരിൽ NK അക്ബർ, ചേലക്കരയിൽ UR പ്രദീപ് എന്നിവർ വീണ്ടും ജനവിധി തേടണമെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയ്ക്കായി പ്രാഥമിക ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. കുന്നംകുളത്ത് AC മൊയ്തീന് പകരം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ മത്സരിക്കാനാണ് സാധ്യത. അതേസമയം UDF ഗുരുവായൂരിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കരുത്തനും ജനകീയനുമായ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെയാണ് UDF രംഗത്തിറക്കുന്നതെങ്കിൽ KV അബ്ദുൽ ഖാദർ ഗുരുവായൂരിൽ മത്സരിക്കും. അങ്ങനെ വന്നാൽ KV നഫീസ കുന്നംകുളത്ത് LDF സ്ഥാനാർത്ഥിയാകും. കഴിഞ്ഞ തവണ CPMന്റെ മുരളി പെരുന്നെല്ലി മണലൂരിൽ നിന്നും വെറും 481 വോട്ടിനാണ് വിജയിച്ചത്. 2 തവണ മത്സരിച്ച മുരളി പെരുന്നെല്ലി ഇത്തവണ മത്സര രംഗത്തുണ്ടാകാൻ സാധ്യത കുറവാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രിയും CPM നേതാവുമായ പ്രൊഫസർ C രവീന്ദ്രനാഥിനെ മണലൂരിൽ മത്സരിപ്പിക്കണമെന്നാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. രവീന്ദ്രനാഥിലൂടെ മണ്ഡലം മികച്ച ഭൂരിപക്ഷത്തിലൂടെ സ്വന്തമാക്കണമെന്നാണ് LDF നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇരിങ്ങാലക്കുട സീറ്റ് ഇക്കുറി ഘടകകക്ഷികൾക്ക് കൈമാറാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ സീറ്റ് CPIക്ക് നൽകിയാൽ തൃശൂരിൽ മന്ത്രി R ബിന്ദു സ്ഥാനാർത്ഥിയാകും. ഘടകകക്ഷികൾ മത്സരിച്ചിരുന്ന തൃശൂർ, ചാലക്കുടി സീറ്റുകൾ ഇക്കുറി വെച്ചുമാറാൻ സാധ്യതകൾ ഏറെയാണ്. ചാലക്കുടിയിൽ കേരള കോൺഗ്രസ് എമ്മും തൃശൂരിൽ CPIയുമാണ് മത്സരിച്ചത്. തൃശൂരിൽ P ബാലചന്ദ്രന് ജയസാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തൃശൂരിൽ R ബിന്ദുവിനെ പോലെ ജനസ്വീകാര്യതയേറിയ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം മത്സരിച്ച ചാലക്കുടി മാത്രമാണ് LDFന് നഷ്ടമായത്. ഇത്തവണ ചാലക്കുടിയും പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസമാണ് ഇടതു നേതൃത്വത്തിനുള്ളത്. ഒല്ലൂരിൽ K രാജൻ, കൊടുങ്ങല്ലൂരിൽ VS സുനിൽകുമാർ, നാട്ടുകയിൽ ഗീതാ ഗോപി അല്ലെങ്കിൽ CC മുകുന്ദൻ, കയ്പമംഗലത്ത് KK വത്സരാജ് എന്നീ ഘടകകക്ഷി പ്രതിനിധികൾ മത്സരിക്കുമെന്ന പ്രാഥമിക ധാരണയും ഇടതുപക്ഷത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ കരുത്തുറപ്പിക്കുക എന്നത് കോൺഗ്രസിനും BJPക്കും വലിയ വെല്ലുവിളിയാണ്. കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് UDFന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. 3 A ക്ലാസ് മണ്ഡലങ്ങൾ ഉണ്ടായിട്ടും ഒരിടത്തും കാര്യമായ സ്വാധീനം ചെലുത്താൻ BJPക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 2 മുന്നണികൾ തങ്ങളുടെ കരുത്തറിയിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നത് ഉറപ്പാണ്. മുൻ MP TN പ്രതാപനെ രംഗത്തിറക്കി മണലൂർ അടക്കം സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടകം കോൺഗ്രസ് നേതാക്കൾ ആരംഭിച്ചത് അതുകൊണ്ടാണ്. സുരേഷ് ഗോപിയിലൂടെ തൃശൂർ മണ്ഡലത്തിൽ കൈവരിച്ച ആധിപത്യം നിലനിർത്താൻ കഴിയുന്നില്ല എന്നതാണ് BJP നേരിടുന്ന വലിയ വെല്ലുവിളി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രൈസ്തവ മേഖലയിൽ നിന്നും വലിയ പിന്തുണയാണ് BJPക്ക് ലഭിച്ചത്. എന്നാൽ ആ പിന്തുണ നഷ്ടമാകുന്നു എന്ന സൂചനയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായത്. കേന്ദ്ര സഹമന്ത്രിയായിട്ടും സുരേഷ് ഗോപി പ്രതീക്ഷകൾക്കൊപ്പം ഉയർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന വികാരമാണ് BJP നേതൃത്വത്തിനുള്ളത്. നഷ്ടപ്പെട്ട ജനകീയ പിന്തുണ തിരിച്ചുപിടിക്കണമെന്ന ലക്ഷ്യത്തോടെ മുൻ IPS ഓഫീസർ ജേക്കബ് തോമസിനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ BJP കേന്ദ്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചൂടേറിയ പോരാട്ടത്തിലൂടെ സംസ്ഥാനത്തെ ശ്രദ്ധേയ ജില്ലയായി തൃശൂർ മാറുമെന്നാണ് അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നത്.